78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. 22 അംഗ ടീമിനെ പ്രതിരോധ താരം ജി സഞ്ജു നയിക്കും. ഈ മാസം 20-ന് കോഴിക്കോടാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. യുവതാരങ്ങൾക്കും പരിചയസമ്പന്നർക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ടീമിനെയാണ് KFA പ്രസിഡന്റ് നവാസ് മീരാൻ പ്രഖ്യാപിച്ചത്. സൂപ്പർ ലീഗ് കേരളയിലെ 10 താരങ്ങൾ ഉൾപ്പെട്ടതാണ് 22 അംഗ ടീം. ഗോൾ കീപ്പർമാർ അജ്മൽ എസ് പാലക്കാട്, മുഹമ്മദ് അഷർ കെ മലപ്പുറം, മുഹമ്മദ് നിയാസ് കെ പാലക്കാട്. ആക്രമണ ഫുട്ബോളിനാണ് പ്രാധാന്യം നൽകുക എന്ന് പരിശീലകൻ ബിബി തോമസ് മുട്ടത്ത് 24-നോട് പറഞ്ഞു. 100% നമ്മൾ അറ്റാക്കിംഗ് ഫുട്ബോളാണ് കളിക്കുക. പക്ഷേ ആദ്യം നമ്മൾ നമ്മുടെ ഗോൾ സേഫ് ആയിക്കൊണ്ടാണ് നമ്മൾ എതിർമുഖത്തേക്ക് പോവുക. നല്ല ക്രൗഡിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നു. കേരള സൂപ്പർ ലീഗിൽ കണ്ടതുപോലെ തന്നെ നല്ലൊരു ക്രൗഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കേരളത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും എന്ന് തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. സന്തോഷ് ട്രോഫിക്കായി 5ാം തവണ ബൂട്ട് കിട്ടുന്ന നായകൻ സഞ്ജുവും വലിയ പ്രതീക്ഷയിലാണ്. ഈ പ്രാവശ്യം നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ കൂടി ആയാലും അവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ കളീനെ നല്ല രീതിയിൽ നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു ടൂർണമെന്റ്. ഗോൾ കീപ്പർ എസ് ഹജുമലാണ് ഉപനായകൻ. 17-കാരനായ മുഹമ്മദ് റിഷാദ് ഗഫൂറും ടീമിൽ ഇടം പിടിച്ചു. ഈ മാസം 20 മുതൽ 24 വരെ കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് കേരളത്തിന്റെ മത്സരങ്ങൾ. ചടങ്ങിൽ സൂപ്പർ ലീഗ് കേരള വൻ വിജയമാക്കിയതിന് ഗോകുലം കേരള FCയുടെ ഉപഹാരം ഗോകുലം ചിറ്റ്സ് DGM MK ബൈജു KFA പ്രസിഡന്റ് നവാസ് മീരാന് സമ്മാനിച്ചു. 24 കോഴിക്കോട്.